കുടുംബ ബന്ധങ്ങൾ തകർന്നടിയുമ്പോൾ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന ഒരു സ്ത്രീ. അവൾ സാരിത്തുമ്പിലൊപ്പിയ കണ്ണുനീർ കടലാകുന്നു. അഖിലയുടെ സ്വപ്നം ഇനിയെങ്കിലും സാധ്യമാണ്. പട്ടണി പാവങ്ങളുടെ തേരോട്ടം സീറ്റ് കിട്ടിയില്ലേ? അല്പം തേഞ്ഞിട്ടുണ്ട്. അച്ഛാ നീ വന്നേ. ധാര വന്നിരിക്കുന്നേന്ന് കണ്ടോ? പാർട്ടി മാറിപ്പോയ അച്ഛൻ്റെ മോൻ. സ്വാതന്ത്ര്യം, സോഷ്യലിസം, ഇന്ത്യയുടെ ജനാധിപത്യം. അയ്യട്ടി മന്നമ്മേ തീപ്പെട്ടിക്കോലെ ഒരയ്ക്കുമ്പോ കത്തും, കത്തുമ്പോ ചീറ്റും. കംപ്ലീറ്റ് ചീറ്റി. സുരേഷേ, അച്ഛനൊന്ന് പറയട്ടെ. സുരേഷേ, നിനക്ക് എന്തിന്റെ കേട്ടാ സുരേന്ദ്ര? അവന് നന്നായിട്ട് കൊണ്ടു. കണ്ടടാ, ഈ കത്രൊക്കെ ചിതയടാ ഇതാ. ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ വീട്ടുകാർ വീണ്ടും വന്നു. പാപ്പ സ്ത്രീധനം കൂട്ടി പറഞ്ഞപ്പോൾ പ്രേമത്തിൻ്റെ കാര്യം അവർ മറന്നു. പള്ളിയിലും അറിയിച്ചു. ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ കല്യാണം. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല. നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. എൻ്റെ കൂടെ കൂടി നീയും തോക്കാൻ നിൽക്കണ്ട. വിട്ടരുത്. നിങ്ങൾ തനി രാഷ്ട്രീയക്കാരാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. തോന്നുമ്പോൾ കാലുമാറി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. എനിക്കങ്ങനല്ല. അതല്ലേ പറഞ്ഞു, എന്നെ വിട്ടേക്ക്. രാവിലെ തന്നെ മനുഷ്യനെ പേടിപ്പിക്കാൻ. നമ്മുടെ കുഞ്ഞമ്പു സഖാവില്ലേ, പാർട്ടി ഓഫീസിന്റെ ഭിത്തി കയറി. ഭിത്തിയില്ല? എന്തിന്? ഇന്നലെ സീറ്റ് കിട്ടിയ സന്തോഷത്തിൽ വീട്ടിൽ ചെന്ന് കയറിയതാ. ഡും ഒരു വീഴ്ച, പിന്നെ പൊങ്ങിയിട്ടില്ല. ആ അന്നൊരു പണി നീ ഒരു റീത്ത് അല്ലെങ്കിൽ വേണ്ട റീത്തൊക്കെ എന്തിനാണ്? റീത്തല്ല. ഇനി 5-ാം വാർഡില് ആര് മത്സരിക്കും? സഖാവ് KP മത്സരിക്കും. എനിക്ക് സീറ്റും വേണ്ട, കസേരം വേണ്ട. ഞാൻ ഇന്നലെ ഉസ്മാൻഖാനെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഗൾഫിൽ പോകാൻ തീരുമാനിച്ചു. ഇനി ഫേസ്ബുക്കിലൂടെ രാഷ്ട്രീയം മതി. അതാണ് സേഫ് മോനെ. എന്നെ വെറുതെ വിട്ടൊക്കെ ഒന്ന് കിടന്നോട്ടെ. ഒന്നുകൂടി ആലോചിച്ചിട്ട് ഒന്നുകൂടി കിടക്കണം. ചെല്ലേ. കുഞ്ഞമ്പു ചത്ത സ്ഥിതിക്ക് ഇനി അവന് നറുക്ക് വീഴും. അത് തടയാൻ നീ എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ കർത്താവ്, ഞാനോ? അവനെതിരെ ഒരു ലൈംഗികാരോപണം കൊണ്ടുവരണം. നീ നാളെ തന്നെ ഒരു പത്രസമ്മേളനം വിളിക്കേ. കർത്താവിന് നിരക്കാത്ത പറയല്ലേ സാറേ. KPക്ക് എന്നോട് ഒരു പെങ്ങളോടുള്ള സ്നേഹ. പാർട്ടിക്ക് വേണ്ടി സാറ് പറയുന്നതെല്ലാം ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നെറുകേടിന് സാറിനെ നിർബന്ധിക്കരുത്. പാർട്ടിക്ക് വേണ്ടിയല്ല ഇത്, എനിക്ക് വേണ്ടി നീ ഇത് ചെയ്തേ പറ്റൂ. അവൻ ജയിച്ചാലേ എൻ്റെ മകളുടെ ഭാവി പോക്കാം. വയ്യ സാറേ, KP സാറിൻ്റെ മോക്ക് നല്ലൊരു ഭർത്താവായിരിക്കും. നിർത്തേ. നല്ല ഭർത്താവായിരിക്കും. പ്രായാധിക്യം മൂലം കുഞ്ഞമ്പു സഖാവ് ധീര രക്തസാക്ഷിയായ സ്ഥിതിക്ക് 5-ാം വാർഡിൽ സുരേഷ് തന്നെ മത്സരിക്കട്ടെ. മത്സരിച്ചു. പ്രചരണം തുടങ്ങിയ സ്ഥിതിക്ക് സുരേഷ് തന്നെ മത്സരിക്കുന്നതാണ് നല്ലത്. അതെ, ഇല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ പാർട്ടി നാണങ്ങൾ. നേതൃത്വത്തിന്റെ തീരുമാനം വിഷയമല്ല, നമുക്ക് അതിനും വഴിയുണ്ട്. ഞാനിവിടുത്തെ സവിശേഷ സാഹചര്യം നേതൃത്വത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. അല്ല സഖാവ് സുരേഷ് എന്തൊന്നും മിണ്ടാത്ത? ചെന്താമരാക്ഷൻ സഖാവേ, സഖാവിനെ തന്നെ. നിങ്ങളൊക്കെ എന്നെ കുറിച്ച് എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ പറയുമ്പോൾ നിൽക്കാനും മാറാനും ഞാൻ എന്താ നിങ്ങളുടെ കളിപ്പാവയോ? ഇനി അങ്ങോട്ടുള്ള ഒരു മത്സരത്തിനും ഞാനില്ല. എന്റെ നാണക്കേട് അത് ന്യായീകരിച്ചാൽ മാറില്ല. നമ്മളൊരു പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരനാണേ. ഇനിയുള്ള കാലം ആ ഒരു അഡ്രസ്സിൽ ജീവിച്ചോളാം. അപ്പൊ ശരി, ലാൽ സലാം. ബാബുരാജേ, നമ്മുടെ ഈ പാർട്ടിയുടെ തഞ്ചവും താളവും അറിയാൻ പാടില്ലാത്തവരെയൊക്കെ പിടിച്ചോണ്ട് വന്നാൽ ഇങ്ങനെ ഇരിക്കും. ഇത് രമ്യമായി പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ബാബുരാജനുള്ളതാണ്.